ഹലോ, നമ്മൾ പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ നല്ല കുഴപ്പമില്ല. അല്ലാത്ത പൊടി നമ്മൾ പൊടിപ്പിച്ച പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ അത് നല്ല കട്ടിയായിരിക്കും, സോഫ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സോഫ്റ്റ് ആവാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ വെട്ടി തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിനി അതിലേക്ക് അരിപ്പൊടി ഇടാം. അങ്ങനെ കുറച്ച് ഇതേ പരിവായിരിക്കണം. കണ്ട, കാണുന്നില്ല, വേണ്ട, ഇതേ പരിവായിട്ട് അടച്ചു വയ്ക്കണം. ഓഫ് ചെയ്തിട്ട് അടച്ചു വയ്ക്കണം. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ചൂടാറി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒന്ന് പതുക്കനെ ഗ്രൈൻഡ് ചെയ്യാനേ പാടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ കുഴഞ്ഞ പോലെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊടി ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ പൊടി ഉണ്ടല്ലോ, പുട്ടുണ്ടാക്കിയ പഞ്ഞി പോലെ ഇരിക്കും, നല്ല സോഫ്റ്റ് ആയിരിക്കും. അതാണ് നമ്മളൊന്ന് വെള്ളത്തിൽ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ പൊടിയിട്ട് ഇളക്കി അടച്ചു വെക്കണം. എന്നുവെച്ചാൽ പൊടിയുടെ പകുതി വേവ് കഴിഞ്ഞിരിക്കും. എന്നിട്ട് ഗ്രൈൻഡറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് നമ്മൾ ഉണ്ടാക്കാൻ പോവുകയാണ് പുട്ട്. നമുക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പുട്ടിൻ്റെ വെള്ളത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സാധനമുണ്ട്, ചെറിയ ഉള്ളിയും ജീരകവും. നല്ല ടേസ്റ്റായിരിക്കും, നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്കിത് ആഡ് ചെയ്യാം. നമ്മുടെ പുട്ട് ആവി വന്നിട്ടുണ്ട്, നമുക്കത് കുത്തി നോക്കാം. അപ്പോൾ സൂപ്പർ പുട്ടാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.